ആലപ്പുഴ സ്വദേശിയായ യുവതി തൂങ്ങി മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന പരാതിയുമായി കുടുംബം രംഗത്തെത്തി. ഭർത്താവും ബന്ധുക്കളും ചേർന്ന് യുവതിയെ കൊന്ന് കെട്ടിത്തൂക്കുകയായിരുന്നുവെന്ന ആരോപണമാണ് വീട്ടുകാർ ഉന്നയിക്കുന്നത്. രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി യുവതിയുടെ ബന്ധുക്കൾ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. ഈ മാസം 5-ാം തീയതിയാണ് വരുണയെ തോട്ടപ്പള്ളിയിലെ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ വരുണ മരിച്ച വിവരം തങ്ങളെ അറിയിക്കാൻ BSF ജവാനായ ഭർത്താവ് അരുണോ വീട്ടുകാരോ തയ്യാറായില്ലെന്ന് വരുണയുടെ അച്ഛൻ ഹർഷൻ ആരോപിക്കുന്നു. വരുണ മരിച്ച വിവരം ആശുപത്രിയിൽ നിന്നാണ് അറിയുന്നത്. വിവരമറിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴേക്കും മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. സംഭവം നടന്ന സമയത്ത് മീരയോ എല്ലാവരും വീട്ടിലുണ്ടായിട്ട് അയൽവക്കത്തുള്ള ആരുടെയോ കയ്യിൽ ബോഡി കൊടുത്തുവിട്ട് മൃതശരീരം ഒരു പേരുമാറ്റി വീണ എന്ന പേരിൽ വരുണ എന്നുള്ളത് പേരുമാറ്റി ഇട്ടേച്ചും പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ആശുപത്രിയിൽ ചെന്നപ്പോഴും അന്വേഷിച്ചപ്പോഴും കണ്ടത്. വരുണയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി ഹർഷൻ അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകി. വരുണയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ കേസന്വേഷണം മുന്നോട്ടു പോയില്ല. അരുണിന്റെ അമ്മയുടെ രാഷ്ട്രീയ സ്വാധീനമാണ് കേസ് അട്ടിമറിക്കാൻ കാരണമെന്ന് വരുണയുടെ വീട്ടുകാർ പറയുന്നു. 2009-ലാണ് വരുണയും അരുണും തമ്മിലുള്ള വിവാഹം നടന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. അരുൺ ജോലിസ്ഥലത്തും വരുണയും 4 വയസ്സുള്ള മകനും പുന്നപ്രയിലെ സ്വന്തം വീട്ടിലുമായിരുന്നു താമസം. സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കാൻ കാരണം. എന്നാൽ ഡിസംബർ 1-ന് ജോലിസ്ഥലത്ത് നിന്നെത്തിയ അരുൺ വരുണയെയും മകനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു. ഭർതൃഗൃഹത്തിലെത്തി 4-ാം ദിവസമാണ് വരുണയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ 4 വയസ്സുകാരൻ മകൻ വരുണയുടെ ബന്ധുക്കളുടെ സംരക്ഷണയിലാണ്. റിപ്പോർട്ടർ, ആലപ്പുഴ.